ബോംബെ അധോലോക നായകരുടെ ഇടയിലാണ് കുടിപ്പക വലുതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് കൊട്ടേഷൻ സംഘങ്ങൾക്കിടയിലും വലിയ കുടിപ്പക കണ്ടിട്ടുണ്ട്. പക്ഷേ കൊട്ടേഷൻ സംഘങ്ങൾക്കിടയിലും അധോലോക നായകന്മാർക്കിടയിലും ഒക്കെ വലിയ ഡോണൊക്കെ എന്നൊക്കെ പറയുന്ന പിന്നെ അണ്ടർഗ്രൗണ്ട് ഡോൺ എന്നൊക്കെ പറയുന്ന വലിയ രാജാക്കന്മാരൊക്കെ ഉണ്ട്, അധോലോക രാജാക്കന്മാർ. ഇവരെല്ലാം ഉള്ളപ്പോഴും അവർക്കൊരു മിനിമം എത്തിക്സ് ഉണ്ട്. എന്ത് പറയുമ്പോഴും ശത്രു എല്ലാവർക്കും നിത്യശത്രുക്കളില്ല അവർക്കാർക്ക്. ശത്രുവിൻ്റെ ശത്രു മിത്രം, പിന്നെ മിത്രത്തിൻ്റെ ശത്രു മിത്രം, ഇങ്ങനെ ശത്രുവിൻ്റെ ശത്രു ഇങ്ങനെ ശത്രുക്കളെ മിത്രങ്ങളെ സംബന്ധിച്ചൊന്നും ഒരു എന്താണ് സ്ഥിര ശത്രുതയും സ്ഥിരമിത്രമില്ല. ഒരു കൃത്യമായ ഒരു നൈതികതയുണ്ട്. നമ്മൾ പറയാറുണ്ടല്ലോ, തല്ലുകയാണെങ്കിലും ഡീസൻ്റ് തല്ലുമുണ്ട്, ചെറ്റത്തരമുള്ള തല്ലുമുണ്ടെന്ന്, തറ തല്ലുമുണ്ടെന്ന് പറയുമല്ലോ. തെറി പറയുന്നതിലും പറയുമല്ലോ, ഡീസൻ്റ് തെറിയുണ്ട്, പുളിച്ച തെറിയുണ്ട്, തറ തെറിയുണ്ട്, ഇങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രമുഖമായ 2 ചാനലുകൾ, ഒന്ന് 30-ാം വാർഷികം ആഘോഷിക്കുന്ന നിരന്തരം നേരോടെ നിർഭയം കാര്യങ്ങൾ പറയുന്ന ഏഷ്യാനെറ്റും, അതിൻ്റെ മേധാവി അല്ലെങ്കിൽ അതിൻ്റെ ഷെയർ ഹോൾഡറായിട്ട് ഏറ്റവും കൂടുതലുള്ള രാജീവ് ചന്ദ്രശേഖർ ഉള്ളത് കൊണ്ടായിരിക്കും അതിനിത് ഈ വിവാദങ്ങളിലേക്കൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഈ അടുത്ത ഇടയായിട്ട് നമ്മുടെ നികേഷ് കുമാറിൽ നിന്ന് മേടിച്ച റിപ്പോർട്ടർ ചാനൽ മരമുറി സഹോദരന്മാരെന്ന് അപരനാമത്താൽ മറ്റുള്ളവർ കളിയാക്കുന്ന, നമുക്ക് അങ്ങനെ അഭിപ്രായമില്ല. കാരണം നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? അതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു, മരമുറി സഹോദരന്മാരെന്നുള്ള മരമുറി വിവാദത്തിൽപ്പെട്ട അഗസ്റ്റൻ ബ്രദേഴ്സ് നടത്തുന്ന, അവർ കാശ് കൊടുത്ത് മേടിച്ച റിപ്പോർട്ടർ ചാനലിലേക്ക് മറ്റ് ചാനലുകളിൽ നിന്ന് ഒരുപാട് വലിയ ആളുകൾ അവർ കൊണ്ടുപോയി. അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, ദൂരദർശനിലൂടെയാണ് അരുൺകുമാർ കയറി വന്നത്. പിന്നെ പല ചാനൽ 24 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അരുൺകുമാറിനെ കൊണ്ട് കൺസൾട്ടിങ് എഡിറ്ററായിട്ടും, പിന്നെ സ്മൃതി പരുത്തിക്കാട്, സുജയ പാർവതി, പിന്നെ നേരത്തെ ഉണ്ണിമാലക്ഷ്മൻ ഇപ്പോൾ അവിടെ നിന്ന് പോയി സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റിൽ വേറെ പ്രോഗ്രാം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ, പിന്നെ പ്രസാദ്, TV പ്രസാദ്, വളരെ ശക്തമായിട്ട് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന TV പ്രസാദ്, അതിൽ ജില്ലാ കോർഡിനേറ്ററൊക്കെ ആക്കി, ഇങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുപോയിക്കൊണ്ട് റിപ്പോർട്ടർ ചാനൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കി. അപ്പോൾ റിപ്പോർട്ടർ ചാനൽ ഹൈപ്പ് ഉണ്ടാക്കി ചില ഘട്ടങ്ങളിൽ ബാർ റേറ്റിങ്ങിൽ ഏഷ്യാനെറ്റിനെയും കവച്ചു. ചില ടെമ്പററി പീരീഡ് ആണെങ്കിലും 1ാം സ്ഥാനത്ത് പോയി. പിന്നെ ഇപ്പോഴും തുടർച്ചയായി ഏഷ്യാനെറ്റ് തന്നെയാണ് 1ാം സ്ഥാനം നിൽക്കുന്നത്. ഞാൻ അവരുടെ ബാർ റേറ്റിങ്ങിൻ്റെയോ തർക്ക വിഷയം പറയാനും പറയും. പക്ഷേ ചാനൽ സംസ്കാരം പോയി ഒരു അധമ സംസ്കാരത്തിലേക്ക് പോയി, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോയി, കുടുംബപരമായ കാര്യങ്ങളിലേക്ക് പോയി, ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളിലേക്ക് പോയി അവസാനം അത് കോടതിയിലെത്തി നിൽക്കുകയാണ്. 150 കോടി രൂപയ്ക്ക് പിന്നെ പരാതി ബാംഗ്ലൂരിൽ, കേരളത്തിൽ പരാതി കൊടുത്താൽ ചിലപ്പോൾ കേരളത്തിൽ ഈ ചാനൽ റിപ്പോർട്ടർ ചാനലാകുമ്പോൾ കേരളത്തിലെ കോടതികൾ എടുക്കില്ലേ എന്നൊരു സംശയമുണ്ട്. കാര്യം ഈ മരമുറി സഹോദരന്മാരെ കേസൊക്കെ കൂടെ കിടപ്പുണ്ടല്ലോ. അതുകൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അവർ കേസ് കൊടുത്തു. ജയശങ്കറൊക്കെ പറയുന്ന പോലെ, അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ പറയും പോലെ, നമ്മൾ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി കേസ് കൊടുത്തുകൊണ്ട് വ്യാജ വാർത്തകൾ റിപ്പോർട്ടർ ചാനലിനെതിരെ ആരും ചെയ്യരുതെന്നൊരു ഇഞ്ചക്ഷൻ ഓർഡർ അവർ വാങ്ങി. അത് ഏഷ്യാനെറ്റിനെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട്. പക്ഷേ ഏഷ്യാനെറ്റിനെതിരെ അല്ല. 10-17 ചാനലുകൾ, ഈ സോഷ്യൽ മീഡിയയിലെ ഡിജിറ്റൽ യൂട്യൂബ് ചാനലുകൾ ഉൾപ്പെടെ 10-17 എണ്ണത്തിന് എതിരെയാണ് അവർ ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിയത്, അല്ലാതെ ഏഷ്യാനെറ്റിനെതിരെ മാത്രമല്ല. പക്ഷേ എങ്കിലും അവർ പറയുന്നത് ഏഷ്യാനെറ്റിനെതിരെ നിന്നാണ്. അങ്ങനെ അതുപോലെ 150 കോടിക്ക് അവർ 15 കോടി കെട്ടിവെച്ചാലേ 150 കോടിക്ക് ഇത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. 10 കോടി രൂപ കെട്ടിവെച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ 100 കോടി നഷ്ടപരിഹാരം, മാനനഷ്ട കേസ് കൊടുത്ത് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞ് അപ്പുറത്ത് ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടർ ചാനലിലെ 7-8 റിപ്പോർട്ടർമാർക്കെതിരെ, എഡിറ്റർമാർക്കെതിരെയൊക്കെ രാജീവ് ചന്ദ്രശേഖരും കേസ് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചയ്ക്ക് മറുപടി പറഞ്ഞില്ലെങ്കിൽ, മാപ്പ് പറഞ്ഞ് ഇട്ട വാർത്തകൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഈ മാനനഷ്ട കേസ് പറയേണ്ടി വരും. അപ്പോൾ ഒരാൾ 100 കോടിക്ക് കേസ് കൊടുത്തിരിക്കുന്നു, ഒരാൾ 150 കോടിക്ക് കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ നല്ല രസകരമാണ് ഈ ചാനൽ സംസ്കാരം. വൈകുന്നേരങ്ങളിൽ വൈകുന്നേരത്തുള്ള ഒരു അന്തിച്ചർച്ചയുണ്ട്. ഈ അന്തിച്ചർച്ചയിലേക്ക് വന്ന് സുജയ പാർവതി BJPക്ക് വേണ്ടി പറയും, അരുൺകുമാർ CPMന് വേണ്ടി പറയും, കോൺഗ്രസിന് വേണ്ടി സ്മൃതി പരുത്തിക്കാർ പറയും, പിന്നെ വേറെ ഉണ്ണിമാഷ ഇല്ല ഇപ്പോൾ, അതിന് പകരം ആൻഡോ സഹോദരന്മാർ വരും, വേറെ ആരെങ്കിലുമൊക്കെ വരും. ഈ വരുന്നവർ വന്നിരുന്നിട്ട് ഓരോ പാർട്ടിക്ക് വേണ്ടിയും അവർക്ക് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവരാരെങ്കിലും ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണ്, പാർട്ടിക്ക് വല്ല ഗുണമുള്ളവർ ഒന്നുമല്ല. അവരിങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യും, സകല വിഷയങ്ങളിലും കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കി അങ്ങനെ ഒരു സംസ്കാരം, ഒരു അധമ സംസ്കാരം, മാധ്യമ സംസ്കാരം കേരളത്തിൽ വളർത്തിയെടുക്കുന്നതിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ പങ്കും വളരെ വലുതാണ്. ഒരു പോസിറ്റീവ് സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്ന ചാനലുകൾക്ക് ഒരു കടമയുണ്ട്. അത് തീർച്ച 4th എസ്റ്റേറ്റ് തന്നെയാണ്, 4ാമത്തെ എസ്റ്റേറ്റ് തന്നെയാണ്. നമ്മുടെ നിയമസഭയും എക്സിക്യൂട്ടീവും, അതായത് ബ്യൂറോക്രസിയും കോടതിയും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മീഡിയ എന്ന് പറയുന്ന 4th സ്റ്റോൺ തന്നെയാണ്, അല്ലെങ്കിൽ 4th പില്ലർ തന്നെയാണ്. 4th എസ്റ്റേറ്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്, 4ാമത്തെയാണ്. പക്ഷേ അത് അവരുടെ ധർമ്മം. അത് പത്രങ്ങളായാലും ചാനലുകളായാലും അത്ര കണ്ട് മുമ്പോട്ട് പോകുന്നില്ല. അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, അവരുടെ വ്യക്തി താല്പര്യങ്ങൾ, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ, അവർ കിട്ടുന്ന പരസ്യങ്ങളുടെ താല്പര്യങ്ങൾ, ഇതിലേക്ക് വച്ചിട്ടാണ് എല്ലാവരും പോകുന്നത്.
പിന്നെ പ്രിന്റ് മീഡിയ ഒരു പരുവത്തിനൊക്കെ ഇങ്ങനെ പോയി ഇപ്പോൾ പ്രിന്റ് മീഡിയ ആരും കാണാത്ത രീതിയിൽ അല്ലെങ്കിൽ വായിക്കാത്ത രീതിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ, പ്രിന്റ് മീഡിയയ്ക്കുള്ള അട്രാക്ഷൻ കുറഞ്ഞു, എല്ലാവരും ചാനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചാനലിലേക്ക് പോകുമ്പോൾ ചാനലുകൾ ഈ നേരത്തെ പരസ്യമായി പേരൊന്നും പറയത്തില്ലായിരുന്നു. ഒരു ചാനലിനെതിരെ മറ്റൊരു ചാനൽ വാർത്ത വരുമ്പോൾ പേരൊന്നും പറയത്തില്ല. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല, പേര് പറഞ്ഞ്, ആളുകളുടെ പേര് പറഞ്ഞ്, വ്യക്തികളുടെ പേര് പറഞ്ഞ്, വ്യക്തികളെ അധിക്ഷേപിക്കുന്ന നിലയിലേക്കുള്ള ഒരു അധമ മാധ്യമ സംസ്കാരം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് കേരളത്തിൽ അപ്പോൾ പിന്നെ എന്താണോ ഒരു പാർട്ടിയുടെ ഭരണകക്ഷിയിൽ ഒരു കാര്യമുണ്ടെങ്കിൽ അതിന് എതിർപ്പുണ്ടെങ്കിൽ അതിനെ വല്ലാത്ത രൂപത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയും കൂടി ആയപ്പോൾ കഥ പൂർണ്ണമായി. സോഷ്യൽ മീഡിയയിൽ എപ്പോൾ നോക്കിയാലും ഇത്തരത്തിലുള്ള അധമ വാർത്തകൾ ധാരാളമായി. ചില യൂട്യൂബ് ചാനലുകളെ കുറ്റം പറയാൻ കഴിയില്ല, കാരണം ഞങ്ങളും ഡിജിറ്റൽ ചാനൽ നടത്തുന്നവരാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അനുഭവം വെച്ച് പറഞ്ഞാലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ ഒക്കെ പറഞ്ഞാൽ മാത്രമേ ജനങ്ങൾ അങ്ങനത്തെ തമ്പുകളൊക്കെ ഇട്ടോ, എടാ മുഖ്യമന്ത്രി, എടാ പിണറായി വിജയൻ, എടാ മോഡി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ എടാ സുരേഷ് ഗോപി എന്നൊക്കെ വിളിച്ചാലേ ജനങ്ങൾക്കും ഒരു ആകാംക്ഷയുള്ളൂ. ഒന്നുകിൽ സെക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ലൈംഗികപരമായ മറ്റു കാര്യങ്ങളായിരിക്കണം, അതും അല്ലെങ്കിൽ പിന്നെ മസാലയായിരിക്കണം, പൊടിപ്പും തൊങ്ങലും വെച്ച കാര്യങ്ങളായിരിക്കണം, അധമമായി മറ്റുള്ളവരെ തെറി വിളിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള തമ്പും കാര്യങ്ങൾക്ക് മാത്രമേ റീച്ച് കിട്ടുന്നുള്ളൂ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ ഒരു ഗതികേടാണ്. അല്ലാതെ ഗുണപരമായ ചർച്ചയ്ക്കുള്ള കാര്യങ്ങൾ, സംവാദ കാര്യങ്ങൾ, ചെറിയെങ്കിലും സ്പിരിച്വൽ കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾക്കൊന്നും വലിയ റീച്ച് കിട്ടാത്തതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡിജിറ്റൽ ചാനൽ നടത്തുന്നവർ, അവർക്ക് സാമ്പത്തികം വേണം, അവരുടെ റീച്ച് ആവണം, ഓരോ വീഡിയോയും മാക്സിമം ആളുകൾ കാണണം, അതാണ് അവരുടെ സന്തോഷവും സാമ്പത്തികവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും, മാക്സിമം ഇത്തരത്തിലുള്ള തമ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ അധമ രീതിയിലുള്ള അല്ലെങ്കിൽ നികൃഷ്ടമായ കാര്യങ്ങൾ പറയും, തമ്പിലൂടെയെങ്കിലും അല്ലെങ്കിൽ പറയുന്നിടത്തെങ്കിലും അത് പറയും. അപ്പോൾ ആ തരത്തിലുള്ളൊരു വളരെ അധമമായ ഒരു സംസ്കാരം ഇവിടെ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനലും ഏഷ്യാനെറ്റും തമ്മിലുള്ള സംഘർഷം ഞാൻ ഈ പറഞ്ഞ പോലെ വേറെ തലങ്ങൾ, എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ടുള്ള, എല്ലാ അതിർത്തികളെയും ലംഘിച്ചുകൊണ്ടുള്ള പരസ്പര ചെളിവാരിയെറിയലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തിപരമായി തന്നെ ചെളിവാരി എറിയുന്ന രീതിയിൽ ഓരോ വ്യക്തികളുടെയും, പ്രത്യേകിച്ച് സ്ത്രീകളാണെന്ന് നോക്കുക, സ്ത്രീകളെ അധിക്ഷേപിക്കുക, നോക്കാതെ അവരെ അധിക്ഷേപിക്കുക, അവർക്കെതിരെ പിന്നെ മെസ്സേജുകൾ ഇടുക, വളരെ മോശമായ ആക്ഷേപങ്ങളാണ് ഈ ചാനലുകളെക്കുറിച്ച് കേൾക്കുന്നത്. പല ചാനലുകളിലെയും ശമ്പളം വളരെ കുറച്ചാണ് കൊടുക്കുന്നത്. അത് വളരെ വലിയൊരു വിഷയമാണ്. സ്ത്രീകൾ വ്യാപകമായി ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ലൈംഗിക പീഡനത്തിൻ്റെ ഹേമ കമ്മിറ്റി എങ്ങനെ വെച്ചാൽ ബോംബുകളായിരിക്കും, 100 കണക്കിന് ബോംബുകളായിരിക്കും പൊട്ടുന്നത് ചാനലുകളിൽ നിന്ന്. ആ തരത്തിലുള്ള വളരെ വലിയ മോശപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തായാലും ഞാൻ ഇതൊക്കെ പറയുന്ന സാഹചര്യം ഏഷ്യാനെറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെയും ചക്കളത്തിൽ പോരാട്ടമുണ്ട്. രണ്ടും 30 വർഷമായി നിരന്തരം നേരോടെ നിർഭയം കാര്യങ്ങൾ പറയുന്ന, വളരെ ശശികുമാറിനെ പോലെയുള്ള ഇന്ത്യയിലെ തന്നെ, ഒരുപക്ഷെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു മാധ്യമ ഇപ്പോൾ അദ്ദേഹത്തിന് അവാർഡും കിട്ടിയിട്ടുണ്ട്, കേരള ശ്രീ എന്നൊക്കെ പറഞ്ഞ അവാർഡും കിട്ടിയിട്ടുണ്ട്. അത്ര വളരെ വലിയ രീതിയിലുള്ള അവാർഡൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ പല കാര്യങ്ങളും അംഗീകാരമൊക്കെ ഉള്ള ശശികുമാറിനെ പോലുള്ള ആളുകൾ തുടങ്ങിയ ഏഷ്യാനെറ്റും ഈ തട്ടിക്കൂട്ട ആളുകളെല്ലാം കൂടി, മരമുറി എല്ലാവരും കൂടെ തുടങ്ങിയ റിപ്പോർട്ടർ ചാനലും എല്ലാം തമ്മിലൊക്കെയാണ് ഇപ്പോൾ തർക്കം, വഴക്ക്, വയ്യാവേലി, വിവാദം, സംവാദങ്ങളൊന്നുമില്ല. ഒരു ചക്കളത്തിൽ പോരാട്ടമാണ് നടക്കുന്നത് ഈ ചാനലുകൾ തമ്മിൽ. ഇത് എങ്ങനെയാണ് ഒഴിവാക്കി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാംസ്കാരിക തലത്തിലൂന്നിയ മാധ്യമരംഗം ഇനി വരുമോ?